ഹലോ ഫ്രണ്ട്സ്, ഈസി ക്വസ്റ്റൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേട്ടോ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോകുന്ന സൈറ്റ്. അപ്പോൾ ഈ വീടിൻ്റെ ഓപ്പൺ ടെറസ് വാട്ടർ പ്രൂഫിങ്ങും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ വാൾ വാട്ടർ പ്രൂഫിങ് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഇപ്പോൾ ഈ ഓപ്പൺ ടെറസിൽ ഒരുപാട് ചിപ്പ് ചെയ്യാനും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ചിപ്പ് ചെയ്ത് കളയാനുള്ള എല്ലാം നല്ല പക്കയായിട്ട് കളയുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് മാക്സിമം എടുക്കാവുന്നതെല്ലാം നമ്മൾ മാക്സിമം ചിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രഷർ വാഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. മാക്സിമം ഡസ്റ്റ് എല്ലാം മാക്സിമം നമുക്ക് കളയാവുന്ന അത്രയും നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് എല്ലാം നല്ലപോലെ കഴിഞ്ഞു. ഇനി നല്ലപോലെ തുടങ്ങുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വേണം നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ പെനട്രേറ്റീവ് വാട്ടർ പ്രൂഫിങ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഡ്രൈ ആവാനുള്ള ടൈം നമ്മൾ അതിന് കൊടുക്കണം. ഓപ്പൺ ടെറസിൽ മാത്രമല്ല, നമുക്ക് എക്സ്റ്റീരിയർ വാളിലും നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനായിട്ടുണ്ട്. അത് ഓൾറെഡി നല്ലപോലെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിന് കൂടുതൽ സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. അത് മാക്സിമം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ. സൈക്കോസിൽ പ്ലസും സൈക്കോ പ്രൈമും നമ്മൾ വെള്ളത്തിനോടൊപ്പം മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്. സൈക്കോസിനെ കുറിച്ചും സൈക്കോ പ്രൈമിനെ കുറിച്ചും അത് ആപ്ലിക്കേഷൻ ചെയ്തതിനെ കുറിച്ചും അതുകൊണ്ടുള്ള ഉപയോഗത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പരമാവധി തന്നെ ഓപ്പൺ ടെറസ് വാട്ടർ പ്രൂഫിങ് മെയിൻ സ്ലാബിൽ നിന്ന് തന്നെ നമ്മൾ വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം അത്തരം വാട്ടർ പ്രൂഫിങ് തന്നെ നമുക്ക് ലൈഫ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ലഭിക്കും. ഇത്തരം പെനട്രേറ്റീവ് വാട്ടർ പ്രൂഫിങ് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സർഫസിൽ, ഇപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന സർഫസ് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ പെനട്രേറ്റീവ് ആപ്ലിക്കേഷൻ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഏരിയയിലേക്കും നമുക്ക് നല്ല കനത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള എക്സ്റ്റീരിയർ വാളാണ്. എക്സ്റ്റീരിയർ വാളൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ടെറസിൽ ചെയ്ത അതേപോലെ തന്നെ നല്ല തിക്കായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, പരമാവധി പെനട്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡ്രൈ ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ പരമാവധി മാക്സിമം ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്തെടുക്കും. എക്സ്റ്റീരിയർ വാളിലേക്കും ഓപ്പൺ ടെറസിലേക്കും നമ്മൾ പെനട്രേറ്റീവ് വാട്ടർ പ്രൂഫിങ് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് 24 hours കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പെനട്രേറ്റീവ് വാട്ടർ പ്രൂഫിങ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, മെയിൻ സ്ലാബ് വെള്ളത്തിനെ അബ്സോർവ് ചെയ്തിരുന്നൊരു കണ്ടീഷനിൽ നിന്ന് വെള്ളത്തിനെ അബ്സോർവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക്, വെള്ളത്തിനെ റിപ്പൽ ചെയ്യുന്നൊരു കണ്ടീഷനിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പെനട്രേറ്റീവ് വാട്ടർ പ്രൂഫിങ് ഫസ്റ്റ് സ്റ്റേജ് സക്സസീവ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ വാളിലും സെയിം അതേപോലെ തന്നെയാണ്, സർഫസ് വെള്ളത്തിനെ റിപ്പൽ ചെയ്യുന്നൊരു കണ്ടീഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ വരുന്നത് സിമെൻറ്റീഷ്യസ് കോട്ടിംഗ് ആണ്, അഥവാ പോളിമറിക് കോട്ടിംഗ് ആണ്. നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുള്ള പോളിമറിക് കോട്ടിംഗ് ആണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. സൈക്കോ പ്രൈമാണ് നമ്മൾ ഇതിൻ്റെ പോളിമറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല റിക്വയർമെൻറ്റ് അനുസരിച്ച് 45 GSM ഫൈബർ നെറ്റ് യൂസ് ചെയ്തിട്ടാണ് കോർണേഴ്സിൽ നമ്മൾ കോട്ടിംഗ് കംപ്ലീറ്റ് ആക്കുന്നത്. ഈ സിമെൻറ്റീഷ്യസ് കോട്ടിംഗ് നമ്മൾ 2 ടൈമിലായിട്ടാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്, ഫസ്റ്റ് കോട്ടിങ്ങും സെക്കൻഡ് കോട്ടിങ്ങും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് ആണ് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കോട്ടിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അത് ഡ്രൈ ആവാനുള്ള ടൈം നമുക്ക് അതിന് കൊടുക്കേണ്ടതാണ്. ഫസ്റ്റ് കോട്ടിങ് കംപ്ലീറ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഡ്രൈ ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് കോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അത് ഡ്രൈ ആവുന്നതിന് മുമ്പായി തന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണൽ ടിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ഇതിന് മുകളിലാണ് ഇനി പ്ലാസ്റ്ററിങ് വരാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം അതിന് ബോണ്ടിങ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് കോട്ടിങ് അടിച്ച് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മണൽ ടിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, നമുക്ക് 2 കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഇത് ഡ്രൈ ആയിട്ട് വരുന്ന 1-2 ദിവസങ്ങളിൽ 2 ടൈമിലായിട്ട് നനച്ച് കൊടുക്കുന്നത് ഇത് കൂടുതൽ സ്ട്രെങ്തൻ ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അടുത്തേക്ക് ഇഷ്ടമായി എത്തുന്നവരിക്കും ഗുഡ് ബൈ.